ഫ്രണ്ട്സ്, അമ്മൂട്ടേക്കിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ചിരട്ട ഉപയോഗിച്ച് നമ്മളൊരു കിടിലൻ ഫ്ലവർ വേസാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം അതെങ്ങനെയാണെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക് ഗൈസ്. അപ്പം ഈ ഒരു ചിരട്ട ഇങ്ങനെ വെച്ച് നമുക്ക് ഫ്ലവർ വേസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് നന്നായിട്ട് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ചുരണ്ടി എടുക്കണം ഗൈസ്. അങ്ങനെ ആ ഒരു ചിരട്ട നമ്മൾ മാറ്റി വേറൊരു ചിരട്ട നന്നായിട്ടൊന്ന് ഉരണ്ടി എടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളൊരു ബ്ലൂ കളറ്, ഡാർക്ക് ബ്ലൂ കളറ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 ചിരട്ട നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബ്ലാക്ക് കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളൊന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിത് മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് റോൾ ചെയ്തെടുക്കണം. ഈ കാണുന്ന പോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഗ്യാസ് പുതിയ നമ്മളിതൊന്ന് ഒട്ടിച്ചെടുക്കുവാണ്. ഗ്യാസ് പുതിയ നമ്മളിതൊന്ന് ഒട്ടിച്ചു കൊടുക്കുവാണ്. ഗ്യാസ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു റോളിൻ്റെ പുറത്തുകൂടെ എന്തെങ്കിലും നല്ലൊരു സൂപ്പർ ഗ്ലൂവോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഗ്ലൂ നമുക്ക് ഇതുപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഫെവിബോണ്ടാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു ചിരട്ട ഉണ്ടല്ലോ, അതിൻ്റെ പൊക്കത്തോട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി അതിൻ്റെ പൊക്കത്തുകൂടെ നമുക്ക് ഒന്നും കൂടെ അതുപോലെ നമുക്കൊന്ന് ഗം ചെയ്ത് കൊടുക്കണം. ഗേസ്, അപ്പോൾ നമ്മൾ ഇനി മറ്റേ ചിരട്ടയിൽ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഇതിൻ്റെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ പൊക്കത്ത് ഒട്ടിച്ചു കൊടുക്കണം. ഗേസ്, അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ചെയ്ത് വെച്ച ഒരു മിഡിലെ റോളില്ലേ, അതിൻ്റെ പൊക്കത്തൂടെ ഇതുപോലെ ഫെവിക്കോള് ആഡ് ചെയ്ത് കൊടുക്കുക. ഗേസ്, അപ്പോൾ ഇങ്ങനെ ഫെവിക്കോള് തേക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്ലിറ്റർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാനാണ്. ഗേസ്, ഇപ്പോൾ നമ്മൾ ഗ്ലിറ്റർ പൗഡർ ആയിട്ട് എടുക്കുന്നത് ഇതുപോലത്തെ ഒരു ഗോൾഡ് കളറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. നിങ്ങൾ എടുക്കുന്ന ആ ഒരു ചിരട്ടയുടെ ആ ഒരു കളർ കോമ്പിനേഷനുള്ള ഗ്ലിറ്റർ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഗേസ്, ഇതുപോലെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗീസ്, അപ്പോൾ ഇനി നമ്മൾ ആ പെയിൻ്റ് അടിച്ച് വെച്ച ആ ഒരു ചിരട്ടയുടെ സൈഡിൽ കൂടെ ഇതുപോലെ ഫെവിക്കോൾ ആഡ് ചെയ്ത് കൊടുക്കണം. അവിടെ നമ്മൾ ഈ ഒരു ഗോൾഡൻ ഗ്ലിറ്റർ പൗഡർ ആഡ് ചെയ്യാനാണ്. ഗൈസ്, അപ്പോൾ ഈ ഒരു ഗ്ലിറ്റർ പൗഡർ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.
ചിരട്ട നമ്മൾ ഈ ചെയ്ത് വെച്ചേക്കുന്ന ഇതിൽ നമ്മൾ ഗ്ലിറ്റർ പൗഡറൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗൈസ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു റെഡ് കളർ പെയിനും ഒരു ബഡ്സും ആണ്. എന്നിട്ട് ഇതുപോലെ ഒരു ഫ്ലവർ ആണ് നമുക്കിതിൽ വരച്ചു കൊടുക്കേണ്ടത്. മഞ്ഞ ഗൈസ് അപ്പോൾ നമ്മൾ ബോട്ടത്തിൽ ഇതുപോലെ ചെയ്ത് കുറച്ച് ഫ്ലവർ മഞ്ഞയും റെഡും ആയിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ടോപ്പിലും ഇതേപോലെ തന്നെ വരച്ചു കൊടുക്കണം. ഗൈസ് അപ്പോൾ നമ്മൾ ടോപ്പിലും ബോട്ടത്തിലായിട്ട് ഇതുപോലെ ഫ്ലവർ ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഗൈസ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പൊക്കത്തായിട്ട് നമ്മൾ ഈ ഒരു ചിരട്ടയുടെ പൊക്കത്തായിട്ട് ഒരു ന്യൂസ് പേപ്പർ ഇതുപോലെ പൊന്തിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഗൈസ് അപ്പോൾ ഇനി നമുക്ക് ഒരു ഫ്ലവർ ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ഫ്ലവർ ഉണ്ടാക്കി എടുക്കുക. Wow. Achoo. ഗൈസ് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു കാണും എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കുകയെന്ന്. അപ്പോൾ ഇതുപോലെ ഒരു 5-6 ഉണ്ടാക്കി എടുക്കണം കേട്ടോ. ഗൈസ് അപ്പോൾ ഇനി നമ്മൾ എടുത്തേക്കുന്ന ആ ഒരു വെച്ചേക്കുന്ന ആ ഒരു ന്യൂസ് പേപ്പറിൻ്റെ പൊക്കത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഗൈസ് പിന്നെ നമ്മൾ ആ നേരത്തെ എടുത്ത ആ ഒരു ബ്ലാക്ക് ചാർട്ടില്ലേ, അപ്പം ആ ഒരു ചാർട്ട് നമ്മളെടുത്ത് ഈ ഒരു വീഡിയോ കാണുന്ന പോലെ ചെയ്യുക. ഗൈസ് അപ്പോൾ നമ്മളിത് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് കറണ്ട് പോയിട്ടുണ്ട്. അതാണ് ചെറിയൊരു ഫ്ലാഷിൻ്റെ ഒരു കുറവ്. അപ്പോൾ ഇതേ നമ്മൾ ആ ഒരു ബ്ലാക്ക് ചാർട്ട് ഈ വീഡിയോ കാണുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കണം. ഗൈസ് പിന്നെ ആ ഒരു ചിരട്ടയിൽ നമുക്കിതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ തന്നെ ഈ കാണുന്ന ഇതും ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ അങ്ങനെ ആ ഒരു
ചിരട്ട വെച്ചിട്ടുള്ള ആ ഒരു ക്രാഫ്റ്റ് ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്. ഫൈനൽ ലുക്ക് പൊളിയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല് കേട്ടോ. ഇറ്റ്സ് മീ അമ്മു സൈനിങ് അപ്പ്.